അഹമ്മദാബാദിൽ നടക്കുന്ന കോൺഗ്രസ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കില്ല. വിദേശത്ത് തുടരുന്ന പ്രിയങ്ക ഗാന്ധി നാളെ സബർമതിയിൽ നടക്കുന്ന AICC സമ്മേളനത്തിലും എത്തില്ല. വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടിക്കകത്തെ അധികാര വികേന്ദ്രീകരണം, സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തൽ എന്നിവയടക്കം ചർച്ചയാവുന്നുണ്ട്. വഖഫ് വിഷയത്തിൽ പാർട്ടി നിലപാട് വിശദീകരിക്കുന്ന പ്രമേയവും പാസാക്കിയേക്കും. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി അഹമ്മദാബാദിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രനൊപ്പം MK രാഘവൻ MP ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ, വിവരങ്ങൾ. ശ്രീനാഥ്. റിജിത്ത്, ഇപ്പോൾ നേതാക്കൾ ഓരോരുത്തരായി ഇവിടുത്തെ ഹയാത്ത് ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ പരിപാടി നടക്കുന്ന യോഗം നടക്കുന്ന വേദിയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. എന്നോടൊപ്പം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ MK രാഘവൻ MP കൂടിയുണ്ട്. നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഗുജറാത്ത് പോലൊരു സ്ഥലത്ത് ഇങ്ങനൊരു യോഗം നടക്കുന്നത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. കോൺഗ്രസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. കഴിഞ്ഞ ലോകസഭയിലെ വഖഫ് മാത്രം നോക്കിയാൽ മതി, ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ വേണം ഇത് വിലയിരുത്താൻ. ഏതായാലും വരാൻ വേണ്ടി പോകുന്ന ഓരോ തെരഞ്ഞെടുപ്പും ക്രൂഷ്യലാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിശക്തമായി തിരിച്ചു വരുന്ന കോൺഗ്രസ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സംഘടനാ തലത്തിൽ ഈ അധികാര വികേന്ദ്രീകരണം അടക്കമുള്ള പല ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ കേൾക്കുന്നു. അങ്ങനെ എന്താണ് സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള പുതിയ പദ്ധതികൾ എന്തെങ്കിലും? അത് വർക്കിംഗ് കമ്മിറ്റിയിൽ വരേണ്ട വിഷയമാണ്. അത് വർക്കിംഗ് കമ്മിറ്റിയിൽ വന്ന് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം തീരുമാനം പുറത്തു വരൂ. പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നില്ല. അവർ സ്ഥലത്തില്ല. ഒരു ബന്ധുവിൻ്റെ അസുഖം മൂലം അവർ പുറത്തു പോയിരിക്കുകയാണ്. തിരിച്ചു വരും. വഖഫുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് സാധ്യതയുള്ളതാണ്. ഇന്ന് വർക്കിംഗ് കമ്മിറ്റി 11 മണിക്ക് കൂടുകയാണ് സബർമതിയിൽ. അതിനുശേഷം മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. ഇതൊരു വിശാലമായ CWC ആണ്. അതെ. അപ്പം അതിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെയാണ്? കേരളത്തിൽ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവൈറ്റ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കോൺഗ്രസ് പാർലമെൻറ്റ് പാർട്ടി ഭാരവാഹികളുണ്ട്. ഞാൻ ഉൾപ്പെടെയുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. ഏതാണ്ട് 64 വർഷത്തിന് ശേഷമാണ് AICCയുടെ ഒരു സമ്മേളനം ഗുജറാത്ത്. അതെ. കോൺഗ്രസ് കഴിഞ്ഞ 30 വർഷക്കാലം ഇവിടെ അധികാരത്തിന് പുറത്താണല്ലോ. അപ്പോൾ കോൺഗ്രസ് തിരിച്ചു വരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ സമ്മേളനം. വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനാണ് ഈ ഡിസംബറിൽ ഇവിടെ ഗുജറാത്തിൽ. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ നിയമസഭ ഇലക്ഷനായി. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ തയ്യാറെടുപ്പ് കൂടിയാണ് ഈ AICC സമ്മേളനം. ഏതായാലും എല്ലാ ആശംസകളും, യോഗം നടക്കട്ടെ. അപ്പോൾ ഇത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം ഇപ്പോൾ വേദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കെ പ്രിയങ്ക അടക്കമുള്ളവർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ, എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി, ചുമതലകൾ കൃത്യമായി നൽകേണ്ടതുണ്ട്. അത്തരം ചർച്ചകൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റിജിത്ത്. ശ്രീനാഥ് ചന്ദ്രൻ അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.